ഈ സമ്മേളനം ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്, അതിന് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട താലിമാരുടെ നേതൃത്വത്തിലുള്ള ഉലമാക്കളാണ്. ഉലമാ കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഇത് സംഘടിപ്പിക്കുന്നത്. ഉമറാന്റെ പരിപൂർണമായിരിക്കുന്ന പിന്തുണയും സഹായ സഹകരണങ്ങളും ഇതിനുണ്ട്. ഇങ്ങനെയുള്ള ഈ ജില്ല അത് നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റുക, അത് നമുക്ക് തീരെ അംഗീകരിക്കാൻ പറ്റാത്തതായിരിക്കുന്ന ഒരു കാര്യമാണ്. ഉലമാവ് തന്നെയാണ് ദീൻ കാര്യത്തിൽ നേതൃത്വം നൽകേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരവസരത്തിൽ ജനങ്ങൾക്ക് ഒരു ഉപദേശം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഉപദേശത്തിന്റെ കൂട്ടത്തിലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയ്യുഹന്നാസ് ഇത്തബിഉൽ ഉലമാ ഫഇന്നഹും ശുറുജുദ് ദുനിയാ വമസാബിഹുൽ ആഖിറ. ജനങ്ങളെ നിങ്ങൾ ഉലമാവിനോട് പിൻപറ്റണം. ഉലമാ അവർ ദുനിയാവിന്റെ വിളക്കുകളും ആഖിറത്തിന്റെ വെളിച്ചവുമാണ് ഉലമാവ്. അതുകൊണ്ട് ഉലമാവിനോട് പിൻപറ്റണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊതുജനങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയുണ്ടായി. അവർ ദുനിയാവിന്റെ വിളക്കുകളാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സലാസത്തുൻ തുളിയു ഫിൽ അർളി ലിഅഹ്ലി സമായി കമാ തുളിയു നജൂമു ഫിസ് സമായി ലിഅഹ്ലിൽ അർള്. മൂന്ന് കാര്യങ്ങളെ ആകാശത്തിൽ നിന്ന് നോക്കുമ്പോൾ ആകാശത്തിന്റെ അയലുകാർക്ക് ഭൂമിയിൽ അത് നല്ലൊരു വിളക്ക് പോലെയായിട്ട്, വെളിച്ചം നല്ല തിളങ്ങുന്നതായിരിക്കുന്ന ഒരു വിളക്ക് പോലെയായിട്ട് കാണാൻ സാധിക്കും. ഏതുപോലെ ഭൂമിയിലുള്ളവർക്ക് ആകാശത്തിലുള്ളതായിരിക്കുന്ന നക്ഷത്രങ്ങള് അത് വിളക്കായി കാണും പോലെ ആകാശത്തിലുള്ളവർക്ക് ഭൂമിയിലെ മൂന്ന് കാര്യങ്ങൾ ഇത് വിളക്കായി കാണുമെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുന്നു. അത് ഒന്ന് വഹിയൽ മസാജിദ്, അല്ലാഹുവിന്റെ പള്ളികളാണ്. രണ്ടാമത്തേത് ബൈത്തുൽ ആലിം, പണ്ഡിതന്മാരുടെ വീട്, പണ്ഡിതന്മാർ താമസിക്കുന്ന വീട്. അതുപോലെ മൂന്നാമതായി പറഞ്ഞത് ഹാഫിദുൽ ഖുർആൻ, ഖുർആൻ ഹിഫ്ളാക്കുന്നവർക്കുള്ള വീട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഉലമാവ് അവർ ദീനിന്റെ വിളക്കുകളാണ്. ദുനിയാവിൽ പ്രകാശിക്കുന്നതായിരിക്കുന്ന വിളക്കുകളായിട്ട് ആകാശത്തിൽ ഇവർക്ക് കാണാൻ സാധിക്കുമെന്ന്, അതുപോലെ ആ ഉലമാവിനോട് പിൻപറ്റണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ദീൻ കാര്യത്തിന് നേതൃത്വം നൽകേണ്ടത് ബഹുമാനപ്പെട്ട ഉലമാ ആണ്. ഉമറാവിന്റെ പരിപൂർണമായിരിക്കുന്ന പിന്തുണയും പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഉലമാവും ഉമറാവും ഒത്തുകൂടിയും കൊണ്ടൊരു കാര്യം നടത്തിയാൽ അത് വിജയിക്കാതിരിക്കുകയില്ല. അങ്ങനെയുള്ള ആ കാര്യങ്ങളെ കൂട്ടത്തിൽ പെട്ടതാണ് ഇപ്പോൾ നമുക്ക് വന്നതായിരിക്കുന്ന വഖഫിന്റെ പ്രതിസന്ധി. അത് നാം തരണം ചെയ്യേണ്ടതുണ്ട്. വഖഫ് എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങൾ അവർക്കുള്ള ഇബാദത്തായിട്ട്, ആരാധനയായിട്ട് അംഗീകരിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. ജനങ്ങളെല്ലാം ഇവിടെ ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ ശാശ്വതമല്ലല്ലോ, ഇവിടെ നിന്ന് മരിച്ചു പോകാനുണ്ട്. മരണമെന്ന് പറഞ്ഞാൽ ഒരു ജീവിതത്തിന്റെ അവസാനമല്ല, വിശാലമായിരിക്കുന്ന ഒരു ജീവിതത്തിന്റെ തുടക്കമാണ്. അങ്ങനെയുള്ള ആ ജീവിതത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഉപകാരപ്പെടാൻ വേണ്ടിയുള്ളതായിരിക്കുന്ന ഒരു ഇബാദത്താണ്, ഒരു അമലാണ് വഖഫ് എന്നുള്ളത്. എല്ലാവരും മരിച്ചു പോകുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞു